ലൈല ഷാജി ദമ്പതികളോടൊപ്പമാണ് ഞാനുള്ളത്. സംഗീത രംഗത്തും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രംഗത്തും കലാപരിശീലന രംഗത്തും കേരളത്തിലെ ഒരു അതുല്യ ദമ്പതികളാണ്. സിനിമാ രംഗത്തും കലാരംഗത്തും വിപുലമായ വ്യക്തി സൗഹൃദമുള്ള ഇവർ നിരവധി കലാപരിശീലന പരിപാടികളിലും ഗാനാലാപന സദസ്സുകളിലൊക്കെ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ചാണ് പ്രധാന പ്രവർത്തനം. അവിടെ V4 എന്ന കൂട്ടായ്മയിൽ നിരവധി സംഘടനാ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ, നിർധനരായ, നിരാലംബരായ ആളുകളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. V4 എന്ന് വെച്ചാൽ വിഭിന്ന വൈഭവ വികസന വേദി എന്നാണ്. 2013 ഇത് രൂപീകൃതമായത്. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പിലാണ് ഞങ്ങൾ പ്രവർത്തനത്തിന്റെ തുടക്കം. ശിവഗംഗ കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാർക്ക് ഫ്രീ ആയിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കോഴ്സ് തുടങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ താമസ സൗകര്യം ഒക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു സൊസൈറ്റി വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ V4ന് ഒരു വിഭിന്ന വൈഭവ വികസന വേദി നമ്മൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് അതിന്റെ തുടക്കം. ഇതിന്റെ കീഴിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മാസം തോറും ഭക്ഷ്യക്കിറ്റ് വിതരണം, മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം തോറും സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പഠന ഉപകരണങ്ങൾ, സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് 5 കാഴ്ചയില്ലാത്ത കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം സ്ഥലം കണ്ടെത്തി അതിൽ വീട് വെക്കാനുള്ള ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ഞങ്ങളെക്കാളും ദാരിദ്ര്യത്തിലും അതുപോലെ ഇറങ്ങിച്ചെല്ലാൻ പറ്റാതെ അവശത അനുഭവിക്കുന്ന ആളുകളെ ഞങ്ങൾ കാണാനിടയായി. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സൊസൈറ്റി രൂപീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടി സഹായിക്കണം എന്നൊരു തോന്നലുണ്ടായി. ഞങ്ങൾക്ക് ഓൾ കേരള രജിസ്ട്രേഷനാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളാണ് അധികം ഞങ്ങൾ ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത്. 2021 ഞങ്ങളിങ്ങനെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ ഡേവിസ് ചെർമലിനായിട്ട് കുറെ കാലത്തെ പരിചയമാണ്. അപ്പോൾ അവരാണ് എനിക്ക് 5 സെന്റ് സ്ഥലം തരാമെന്ന് പറയുകയും ഞങ്ങൾ അച്ഛനെ കാണാൻ പള്ളിയിൽ പോയി. അന്ന് അച്ഛൻ തൃശ്ശൂർ കടുങ്ങോട് പള്ളിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ 4 പേരും കൂടെ ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്, അവർക്കും കൂടെ സ്ഥലം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ യാതൊരു മടിയും കൂടാതെ ഞങ്ങൾക്ക് 27 സെന്റ് സ്ഥലം നിങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് മറ്റു 4 പേരെയും കണ്ടെത്തി അവർക്ക് 5 സെന്റ് വീതം സ്ഥലം അനുവദിച്ച് പേരിലാക്കി കൊടുത്തു. അതിൽ 2 വീടിന്റെ പണി തുടങ്ങി പൂർത്തിയാവാറായി, പകുതി മുക്കാലായി. അതിൽ 2 വീട് പൂർത്തിയായി. ഇനിയിപ്പോൾ ഒരു വീട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് ഇനി ഫുൾ സ്പോൺസറെ കിട്ടിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ള രീതിയിലാണ്. കലാപരമായിട്ടുള്ള ആളുകൾ വന്ന് ക്യാമ്പുകൾ, അതുപോലെ വോയിസ് മോഡുലേഷൻ ക്ലാസ്, പലതരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് നമ്മളൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് ഇപ്പോൾ ഡ്രസ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്കും അല്ലാത്ത ആളുകൾക്കും ഡ്രസ്സുകൾ എടുക്കാനുള്ളൊരു സംവിധാനം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാസം തോറും നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് അവരുടെ വീടുകളിൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കഴിവുള്ള കുട്ടികൾ, കലാകാരന്മാരെ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഒരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നിർധനരും പിന്നെ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരെ കണ്ടെത്തി അവരെ മുഖ്യ ധാരയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് സിംഗറിൽ, അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവത്തിൽ ഈ വർഷം തന്നെ നമ്മുടെ കുട്ടികൾക്ക് 2 പേർക്ക് A ഗ്രേഡ് കിട്ടി സംസ്ഥാനത്തിൽ. അതുപോലെ റിയാലിറ്റി ഷോയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ സീസൺ 5 ഫൈനൽ വരെ എത്തിയ കുട്ടികളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നെല്ലുവായിൽ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്താണ് നമ്മുടെ ഇതിന്റെ ഓഫീസ് വരുന്നത്. അങ്ങാടിപ്പുറത്ത് V4 ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് സ്കൂൾ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും നിർധനരായ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് കുട്ടികൾ ഇതുപോലെ കഴിഞ്ഞ വർഷം മ്യൂസിക്, ഇതുപോലെ റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഫൈനൽ വരെ എത്തി. അതുപോലെ സ്റ്റേറ്റ് കലോത്സവത്തിൽ A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ നല്ല ഇനിയിപ്പോഴും നമുക്ക് ഒരുപാട് വേദികൾ അമ്പലങ്ങളിലും അതുപോലെ പള്ളികളിലായാലും കല്യാണ പരിപാടികൾ വേദികളിലൊക്കെ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങാടിപ്പുറത്ത് മരിങ്ങത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ V4 ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ഞങ്ങൾ ക്ലോത്ത് ബാങ്ക് ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിന് നമുക്ക് കൂടുതൽ കുറച്ച് കോളേജുകളിലെ കുട്ടികൾ നമുക്ക് വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ അത് ഞങ്ങൾ നിർധന കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി വർഷങ്ങളോളായിട്ട് സുഹൃത്താണ്. വിജയലക്ഷ്മി ഞാൻ ഏത് പരിപാടിക്ക് വിളിക്കുമ്പോഴും എനിക്ക് സൗജന്യമായിട്ട് തന്നെ എൻ്റെ എല്ലാ പ്രോഗ്രാമിനും സ്ഥാപനത്തിന്റെ പരിപാടിയായാലും പേഴ്സണലായാലും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 10-15ഓളം പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ വൈക്കം വിജയലക്ഷ്മി, മധു ബാലകൃഷ്ണൻ, കണ്ണൂർ ഷെരീഫ്, ശ്രേയ ജയദീപ്, പിന്നെ സിത്താര, നിഷാദ്, അവരൊക്കെ എന്നെ എനിക്ക് വേണ്ടി പാട്ട് ആൽബങ്ങളിൽ പാടി തന്നിട്ടുണ്ട്. അതുപോലെ റഫീഖ് അഹമ്മദ് സാറ്, ഹരിനാരായണ സാറ് എനിക്ക് ഗാനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. വിനോദ് കോവൂര്. അപ്പോൾ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സീരിയൽ നടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ നല്ല സുഹൃത്താന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നോളുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ വിനോദേട്ടൻ യാതൊരു മടിയും കൂടാതെ വന്നു. തൃശ്ശൂർ ജില്ലയിൽ നെല്ലുവായിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തുമാണ് V4ന്റെ പ്രവർത്തനത്തിന്റെ ഓഫീസുകൾ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ട് ഞങ്ങളെക്കാളും അവശത അനുഭവിക്കുന്ന ആളുകളിൽ എത്തിച്ചേരുകയും അവരെ സഹായിക്കാനുള്ള ഫണ്ട് നമ്മൾ നല്ല മനസ്സുള്ള ഒരുപാട് വ്യക്തികളുടെ സഹായത്തോടെയാണ്. ആ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ തീരില്ല, അത്രയും നല്ല വ്യക്തികളുണ്ട്. പിന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഞങ്ങൾ ഗാനമേള നടത്താറുണ്ട്. V4 മ്യൂസിക് ബാൻഡിന്റെ ഗാനമേള നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടും അതുപോലെ മറ്റുള്ളവർ സഹായിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വാടക കെട്ടിടത്തിലാണ് 2 സ്ഥലത്തും നമ്മുടെ ഓഫീസും പ്രവർത്തനമൊക്കെ നടന്നു വരുന്നത്. എൻ്റെ പേര് ലൈല ഷാജി, എൻ്റെ ഹസ്ബൻഡ് ഷാജി. 2 മക്കളാണുള്ളത്. മൂത്ത മോന് ഡൗൺ സിൻഡ്രം എന്നുള്ള അസുഖമാണ്. അപ്പോൾ മോന് ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു. നിക്മറിൽ ഒരു വർഷത്തോളം നിന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ പുറത്തുള്ളവരെ കുറച്ച് സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മോനെ നോക്കാനും അതുപോലെ ചികിത്സിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സംഘടനകളൊക്കെ ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള സംഘടനയായാലും കേരളത്തിലെ മറ്റു തരത്തിലുള്ള സംഘടനകളും ഞങ്ങൾക്ക് നല്ല അംഗീകാരവും സ്ഥാനവും ഒക്കെ തരുന്നുണ്ട് എന്ന് അറിയുമ്പോഴന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.